ഹലോ. ഹലോ. മൻസൂർ മണ്ണാർക്കാട് അല്ലേ? അതെ. ഞങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ കാണാനുണ്ട്. ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചത്. നിങ്ങള് ഉള്ളാളത്തെ ഇടക്ക് കഴിഞ്ഞ മുഖാമുഖം കണ്ടിരുന്നോ? എന്ത് സംശയമാണ്? ഉള്ളാളത്തെ ഉള്ളാളോ? മു- ഉള്ള മംഗലാപുരത്ത് നടന്നൊരു മുഖാമുഖം കണ്ടിരുന്നോന്നും ഫൈസൽ മൗലവിന്റെ. ഇല്ല, അപ്പൊ ഞാൻ ഞാൻ കണ്ടില്ല. കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു സംശയം തീർക്കാൻ അതിന്റെ വേണ്ടിയിട്ടാണ്. സംശയം ഫൈസൽ മൗലവിനോട് ചോദിച്ചോളൂ. അതല്ല, അപ്പൊ ഞാൻ ഫൈസൽ നിങ്ങള് മൗലവിയുടെ വീഡിയോ ചെയ്യുന്ന മാനേജർ ആളല്ലേ? ഒന്നപ്പോ ഏ ഞാൻ ഫൈസൽ മൗലവിയുടെ മാനേജർ ഒന്നും അല്ലല്ലോ. നിങ്ങൾ ഫൈസൽ മൗലവിനോട് ചോദിച്ചോക്ക്. അല്ല, മാനേജറല്ലേ, അതിന്റെ ആശയക്കാരനല്ലേ നിങ്ങള്? എന്റെ ആശയം ഖുർആനും സുന്നത്തുമാണ്. എന്റെ വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതായത് നിങ്ങൾ മരണപ്പെട്ടവരെ കേൾവിയെ കുറിച്ച് നിങ്ങളെ എന്താ നിങ്ങളുടെ പേരെന്താ? ധാരണ എന്താണ്? നിങ്ങളുടെ പേര് മരണപ്പെട്ടവർ കേൾക്കുകയില്ല എന്നുള്ള നിങ്ങളുടെ അറിയാൻ വേണ്ടി. പേരെന്താണ്? എന്റെ യൂസഫ്. യൂസഫ്. എവിടുന്നാ വിളിക്കണേ? ഞാൻ കണ്ണൂര്. കണ്ണൂർന്ന്. യൂസഫ് സാഹിബേ, ആ എന്റെ വീഡിയോയിൽ ഞാൻ പരാമർശിച്ച ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഫൈസൽ മൗലവി എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞത് അതിന് ഉത്തരവാദി അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ ഫൈസൽ മൗലവിയുടെ എന്തെങ്കിലും വിഭാഗത്തിന്റെയോ ഒരു കാര്യവും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സത്യം അപ്പൊ നിങ്ങൾ പറയുന്ന വിശുദ്ധക്കാരനല്ല. അവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ വിശുദ്ധക്കാരനല്ല. ഞാൻ ഏത് കാരണമാണെന്നല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഫൈസൽ മൗലവി ഉള്ളാളത്ത് പറഞ്ഞതിന്റെ സംശയം ചോദിക്കാനല്ലേ അല്ല, വിളിച്ചത്? അതും കൂടി ചോദിക്കാം. ഫൈസൽ കൂട്ടത്തിൽ അതും കൂടി മൗലവിയുടെ ചോദിക്കാം. നിങ്ങൾ വിശുദ്ധക്കാരനല്ലേന്നാ ചോദിക്കുന്നു. അത് നിങ്ങൾക്ക് ആദ്യം ചോദിക്കായിരുന്നു. ഫൈസൽ മൗലവി ആദ്യം ചോദിച്ചാൽ സംസാരിച്ചതിന്റെ മാത്രമേ മറുപടി ഉള്ളൂ. അതെ. ഫൈസൽ പിന്നീടുള്ള മൗലവി ഇതിന് മറുപടി ഒന്നുമില്ല. യൂസഫേ, ആ ഇജാതി സംസാരങ്ങളൊക്കെ പലതവണ ഇന്നിപ്പോ ഈ പുണ്യ ദിവസമായിട്ട് ഇപ്പൊ ഇത് 4ാമത്തെ കോളാണ്. അതൊന്നും അത് വേറെ ശരി. അല്ല, പണിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ നിങ്ങൾ വീഡിയോ ഇതേപോലെ എല്ലാരും വിളിച്ചിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ആളാണല്ലോ. അതെ 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 അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളും വിളിക്കുന്നുള്ള നിങ്ങൾക്ക് ഒരു ധാരണ വിളിച്ചോ വേണമല്ലോ. വിളിച്ചോ മാന്യമായിട്ട് സംസാരിച്ച മാന്യമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മറുപടി കിട്ടും. പിന്നെ അല്ല, എന്റെ വീഡിയോ നിങ്ങളൊരു കോളിപ്പോ ഞാൻ കേട്ട്, അതുകൊണ്ട് ഞാനും വിളിച്ചത്. പക്ഷെ നിങ്ങള് ആ സുഹൃത്ത് നിങ്ങളോട് മാന്യമായിട്ട് തന്നെ സംസാരിക്കും. പക്ഷെ നിങ്ങള് അതെന്താണെന്നുള്ളത് അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കേട്ടോളും. പിന്നെ അല്ല, അയാളെ മാന്യമായിട്ട് തന്നെ അയാൾ സംസാരിക്കുന്നില്ല. അയാളൊന്നും റോങ് ആയിട്ട് സംസാരിക്കില്ല. നിങ്ങളാണ് റോങ് ആയിട്ട് തുടങ്ങുന്നുള്ളത്. നിങ്ങളും മാന്യത വിട്ടാണ് പോകുന്നത്. അല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് മാന്യത വിട്ടതായില്ലേ? ഇങ്ങോട്ട് വിളിച്ചതല്ലേ. ഒരു കാര്യം പറയുമ്പോ ഒന്ന് കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കേ. നിങ്ങൾ എന്റെ വീഡിയോ സംബന്ധമായിട്ടോ ഞാൻ പറഞ്ഞ വിഷയം സംബന്ധമായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അതന്നെ, നിങ്ങളെ വീഡിയോയിൽ മരണപ്പെട്ടവരുടെ കേൾവിയെ കുറിച്ച് നിങ്ങൾ കുറെ പറയുന്നുണ്ടല്ലോ. ഏത് വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് സംശയം? മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കത്തിരിക്കുന്ന ഒരു വിഷയമാണ് മരണപ്പെട്ടവരുടെ കേൾവി. മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള തർക്കം മുജാഹിദുകളടുത്തും സുന്നികളടുത്തും പോയി പറ. എന്റെ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച്. നിങ്ങൾ മുജാഹിദും അല്ല, വിശുദ്ധക്കാരനും അല്ല. തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അതന്നെ, മരണപ്പെട്ടവർ കേൾക്കുമല്ലേ എന്നുള്ള അറിയണോ? എന്റെ അവിടെ അടുത്തവിടെ ആരെങ്കിലും മരിച്ചിരുന്നോ? ഈ അടുത്ത് ആരെങ്കിലും മരിച്ചിരുന്നോ? ഇല്ല. ഇനി ആരെങ്കിലും മരിക്കുമ്പോ മരിച്ച മയ്യത്തിനോടൊന്ന് നീ കിടക്കുന്ന പറഞ്ഞു നോക്കുണ്ടോ? കേൾക്കണ്ടിച്ച് നീ കിടക്കുമല്ലോ. അതെ അല്ലേ? അപ്പൊ നിങ്ങള് യുക്തിവാദാണ് അല്ലേ? യുക്തിവാദം യുക്തിവാദികളാണ്. വിളിച്ചാച്ച് ശരിക്കും യുക്തിവാദിയാണ്. പിന്നെ ഖുർആനും സുന്നത്തും പറഞ്ഞു നടക്കേണ്ട ആവശ്യമല്ല. എന്നാ ഖുർആനില് സൂറത്ത് ഫാത്തിറിന്റെ 21-ാമത്തെ ആയത്തൊന്നും എടുത്തിട്ട് ഓതിയിട്ട് അതിന്റെ അർത്ഥം വെച്ചാൽ. അല്ല, നിങ്ങളിപ്പോ യുക്തിയല്ല എന്നോട് ചോദിച്ചത്. അത് നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നു. ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ആദ്യം യുക്തി മുന്തിച്ചു, എന്നിട്ട് ആ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ ഖുർആൻ വളച്ചൊടിക്കുകയാണ്. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ച മരണപ്പെട്ടവർ കേൾക്കൂല എന്നുള്ളതിന് ബാക്കില് സൂറത്ത് ഫാത്തിറില് ഒരു മിനിറ്റ്. നിങ്ങളിപ്പോ എന്നോട് ആദ്യം പറഞ്ഞ ഖുർആൻ അല്ല പറഞ്ഞത്. നിങ്ങൾ ആദ്യം യുക്തിവാദിയാണ്. വിശദീകരിക്കാം. നിങ്ങളെ യുക്തിവാദത്തിനനുസരിച്ച് നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് ജനങ്ങളുടെ സംസാരങ്ങൾ കേൾക്കാൻ കഴിയുമോ? ജനങ്ങൾ അവരെ വിളിച്ചാൽ, അവരോട് സഹായം ചോദിച്ചാൽ, അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഖബറിൽ കിടക്കുന്നവർക്ക് പുറത്തുള്ളവരുടെ ശബ്ദം കേൾക്കാൻ കഴിയുമോ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയവർ, അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ്. അവർക്ക് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല. അതാണ് അടിസ്ഥാനം. അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ് അടിസ്ഥാനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ചില സന്ദർഭങ്ങളിൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. കേൾക്കില്ല എന്നതാണ് അടിസ്ഥാനം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരാൾ ഖബറിൽ വെച്ചാൽ ആ ആളുകൾ നടന്നു പോകുന്ന ശബ്ദം അവൻ കേൾക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അത് പ്രത്യേകം അറിയിച്ചു എന്നതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? വേറൊന്നും കേൾക്കില്ല എന്ന് മനസ്സിലാക്കാം.
എല്ലാ സമയത്തും എല്ലാം കേൾക്കുമെന്നാണെങ്കിൽ പിന്നെ ഇത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവൻ്റെ ചെരുപ്പിൻ്റെ കാലടിപ്പാടുകൾ കേൾക്കാം എന്ന് പറഞ്ഞതിൽ നിന്ന് അത് കേൾക്കുമെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് ശേഷം മുശ്രിക്കീങ്ങളെ ഒരു പൊട്ടക്കിണറ്റിൽ ആണ് അവരെ ഇട്ടത്. ഖലീബ് എന്ന് പറയുന്ന പൊട്ടക്കിണറ്റിലാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖബറിൽ ഈ കിണറ്റിൽ കിടക്കുന്ന ആളുകൾ, അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അങ്ങനെ ചത്തുമലച്ച് കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബോധ്യപ്പെട്ടില്ലേ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്തുനിന്ന് ചോദിക്കാൻ, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ കേൾക്കുമോ അങ്ങ് പറയുന്ന ഈ വാക്കുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹും അൽആന യസ്മഅ, അവർക്ക് ഇപ്പോൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ കേൾക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴല്ലാത്ത സമയത്ത് കേൾക്കില്ല എന്നാണ്. ഇപ്പോൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ മറുവശം എന്താണ്? ഇപ്പോഴല്ലാത്ത സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു പ്രത്യേക സമയമാണ്, ഈ സന്ദർഭത്തിൽ അവർ കേൾക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സാഹചര്യത്തിൽ പ്രത്യേകമായി നൽകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഹനഫി, മാലിക്കി, ഹംബലി മദ്ഹബുകളിലെ ധാരാളം പണ്ഡിതന്മാർ മരിച്ചവർ ഖബറുകളിൽ കിടക്കുന്നവർ അവർ കേൾക്കുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. മാത്രമല്ല മുസ്ലിം ഉമ്മത്തിൽ ഒരു പണ്ഡിതനും ഒരു ആലിമും ഒരാൾ പോലും മരിച്ചവർ അവർ എല്ലാ സന്ദർഭത്തിലും എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്ന് അഭിപ്രായപ്പെട്ടവരില്ല, ഒരാൾ പോലുമില്ല. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ എത്ര വ്യത്യാസമുണ്ട്. പക്ഷേ ഒരാൾ പോലും ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കേൾവി ശക്തി കൂടുമെന്നോ അതല്ലെങ്കിൽ അവർക്ക് എല്ലാ ഭാഗത്തു നിന്ന് എപ്പോൾ വിളിച്ചാലും കേൾക്കുമെന്നോ പറയുന്ന ഒരു പണ്ഡിതനുമില്ല, ഒരാളങ്ങനെ പറഞ്ഞിട്ടില്ല. കേൾക്കുമെന്ന് പറഞ്ഞ ചില ആളുകൾ അവർ പറഞ്ഞ് ഖബറിന്റെ ചുറ്റുഭാഗത്തുള്ള ചിലത് കേൾക്കും എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്, ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ അല്ലാഹു അലം, ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് പൊതുവെ മനസ്സിലാക്കാവുന്നത് മരിച്ചവർ കേൾക്കില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉസ് സുമ്മ ദുആ. ഇന്നക ലാ തുസ്മിഉൽ മൗത, അല്ലാഹുവിന്റെ റസൂലെ അങ്ങേക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. എന്താ പറഞ്ഞ അർത്ഥം? മരിച്ചവർ കേൾക്കില്ല എന്ന്. വലാ തുസ്മിഉസ് സുമ്മ ദുആ, കേൾവിയില്ലാത്ത ബധിരത ബാധിച്ച ആളുകൾ അവരെയും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല. നോക്കൂ നിങ്ങൾ, ചെവി കേൾക്കാത്ത ആളുകളോട് ഒപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ച ആളുകളെ ചേർത്തു പറഞ്ഞത്. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അള്ളാഹു ആകുന്നു നിങ്ങളുടെ റബ്ബ്, ലഹുൽ മുൽക്ക്, അവനാകുന്നു സർവ്വാധികാരവുമുള്ളത്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ ദുആ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി അവർ കേട്ടാൽ തന്നെയും മസ്തജാബു ലക്കും, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല. ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരിച്ചവർ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, ആ വിഷയം എന്തു തന്നെയാകട്ടെ, മരിച്ചവരോട് സഹായം ചോദിക്കാം, അവരോട് മഴയ്ക്കു വേണ്ടി തേടാം, രോഗം മാറ്റിത്തരാൻ പറയാം, പ്രയാസങ്ങൾ നീക്കിത്തരാൻ ആവശ്യപ്പെടാം എന്നു പറഞ്ഞ ഒരു പണ്ഡിതൻ പോലും ഇസ്ലാമിക ചരിത്രത്തിലില്ല. കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, മരിച്ചവർ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, അവരോട് രോഗം മാറ്റിത്തരാനോ ഹിദായത്ത് നൽകാനോ മഴ പെയ്യിപ്പിക്കാനോ പ്രയാസങ്ങൾ നീക്കിത്തരാനോ പറയാം എന്നു പറഞ്ഞ ഒരു പണ്ഡിതനും ഇസ്ലാമിക ചരിത്രത്തിലില്ല. അതെല്ലാം അള്ളാഹുവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സഹാബികൾ കരികിലുണ്ടായിരുന്നില്ലേ? കേൾക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, വസല്ലു അലയ്യ ഫഇന്ന സ്വലാതകും തുഅറദു അലൈ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, എൻ്റെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ശേഖരിക്കുകയും എനിക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്ന മലക്കുകൾ അള്ളാഹു അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്.
എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ഇവിടെ നിന്ന് ചൊല്ലുന്ന സ്വലാത്തിന് നമുക്ക് കേൾക്കില്ല എന്നാണ്. അവിടുന്ന് അത് കേൾക്കണമെങ്കിൽ അത് ശേഖരിക്കുകയും അവിടുത്തേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്ന മലക്കുകളുണ്ട്. അവിടുത്തെ കേൾക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞ പാഠം ബർസഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതം മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത രൂപത്തിലുള്ളതാക്കി നിശ്ചയിക്കുമാറാകട്ടെ. കേൾക്കൂലെ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു അത് ഖുർആന്റെ ഖണ്ഡിതാണ്. എന്നാലും ഈ ശിർക്കിന്റെ ആളുകൾ കേൾക്കൂലെ ഇങ്ങനെ തർക്കിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട് സൂറത്ത് ഫാത്തിറിൽ. അത് ഈ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ പടച്ചവനെ പേടിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒരു മുഖാമുഖം നടത്തിപ്പോവാൻ മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ പഠിക്കണമല്ലോ. അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് ഇടയ്ക്ക് മനസ്സിലാക്കണമല്ലോ. എന്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ തർക്കിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിത്ലു ഖബീർ. ഇതാണ് അടിസ്ഥാനം. ഇതാണ് ഞങ്ങൾ നിങ്ങൾ തമ്മിൽ തർക്കം. കേട്ടോ അർത്ഥം കൂടി കേട്ടോ. വെറുതെ ആയത്ത് കേട്ടിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാവണ്ടേ? യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. രാത്രിയെ പകലിലേക്കും പകലിനെ രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വസഖറ അശംസ വൽ ഖമറ. സൂര്യനും ചന്ദ്രനും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ. എല്ലാം അതിന് നിശ്ചിതമായ നിർണയിക്കപ്പെട്ട ആ സഞ്ചാര പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും. അവനാണ് നിങ്ങളുടെ റബ്ബ്. അഥവാ സൂര്യനെ ചലിപ്പിക്കുന്നവനാണ്, ചന്ദ്രനെ വിധേയമാക്കി തന്നവനാണ്, രാപ്പകലുകളെ നിശ്ചയിച്ചു തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്. അവനാണ് സർവ്വ അധികാരങ്ങളും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ വിളിക്കുന്ന ആളുകൾ, മായംലികൂന മിൻ ഖുത്മീർ. അവർ ഈ തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കിയവരല്ല. മുഹീദ്ദീൻ ശൈഖാകട്ടെ, റിഫായി ശൈഖാകട്ടെ, മമ്പുറം തങ്ങളാകട്ടെ, മുനമ്പത്ത് ബീവിയാകട്ടെ, ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, ഇബ്രാഹിം അലൈഹിസ്സലാം ആകട്ടെ, ഇസ്മായിൽ നബിയാകട്ടെ, മായംലികൂന മിൻ ഖുത്മീർ. അവരാരും ഒരു ഈ തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കിയവരല്ല. ഇംതദൂഹും. നിങ്ങൾ അവരെ വിളിച്ചാൽ, നിങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്താൽ, ഇംതദൂഹും നിങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും. നിങ്ങളുടെ ദുആ, നിങ്ങളുടെ ഇസ്തിഗാഥ അവർ കേൾക്കൂല. ഒന്ന്. അപ്പൊ പിന്നെ കേൾക്കൂലെ? ഖുർആനിലെ ബദറില്ലേ അങ്ങനെ ചോദിച്ചിട്ട് ഇടങ്ങേറുണ്ടാക്കണ്ട. വലൗ സമിഉ. അത് വലിയ വിവാദമുള്ള കാര്യമല്ല. കേട്ടോട്ടടോ. വലൗ സമിഉ. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ, കേൾക്കുമെന്ന് വന്നാൽ തന്നെ, വലൗ സമിഉ. കേൾപ്പിക്കാൻ വിളിച്ചതാ. മുഹീദ്ദീൻ ശൈഖ് ഒന്ന് കേട്ടോട്ടെ, റിഫായി ശൈഖ് ഒന്ന് കേട്ടോട്ടെ, മമ്പുറം തങ്ങളൊന്ന് കേട്ടോട്ടെ. വലൗ സമിഉ. എടോ കേൾക്കുമെന്ന് വന്നാലും മസ്തജാബു ലക്കും. അവർ നിങ്ങൾക്ക് ഉത്തരം തരൂല. അവരുത്തരം തരൂല. നിങ്ങൾ വെറുതെ കേൾപ്പിക്കാൻ വിളിക്കണ ആണോ? വെറുതെ കേട്ടോട്ടെ, മുഹീദ്ദീൻ ശൈഖ് കേട്ടോട്ടെ, റിഫായി ശൈഖ് കേട്ടോട്ടെ. അല്ലല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനാണ് നിങ്ങൾ വിളിക്കണത്. ഈ സാധാരണക്കാരനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നിങ്ങൾ കാശും വാങ്ങി പോണ് അല്ലേ? അപ്പോ അവർ കേൾക്കും എന്ന് മാത്രമല്ല, അവർ ഉത്തരം തരുമെന്നാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷെ അള്ളാഹ് പറയുന്നു കേൾക്കൂല. ഇനി വലൗ സമയം കേൾക്കൂ അങ്ങനെ തർക്കിച്ചിട്ട് ഖിയാമത്ത് നടത്തിക്കണ്ട. ഇനി നേരെ വലൗ സമയം കേൾക്കുമെന്ന് വന്നാലും കേൾപ്പിക്കാനല്ലോ വിളിച്ചത്. മസ്തജാബു ലക്കും. ഉത്തരം കിട്ടാനല്ലേ? ഉത്തരം തരൂല എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. നാളെ പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുന്നിൽ അവരും നിങ്ങളും ഒരുപോലെ വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ഈ ഇസ്തിഗാഥയാകുന്ന ശിർക്കിനെ അവിടെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിത്ലു ഖബീർ. സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല. അള്ള പറയുന്നത് പോലെ വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റൂല. ഇത്രയും കണിശമായിട്ട് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ കേൾക്കോ, അതാണ്. അപ്പോ കേൾക്കോ എന്ന് ചോദിച്ചുകൊണ്ട് പൊന്നാര സഹോദരന്മാരെ, നിങ്ങൾ അടിമക്കണ്ണുകളായിട്ട് നടക്കല്ലേ. എൻ്റെ വീഡിയോകൾ ചോദ്യം ചെയ്യുവാനാണെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താമെന്ന് പറഞ്ഞതല്ലേ. പിന്നെയും എന്തിനാണ് ഇതുപോലെ പുണ്യദിനങ്ങളൊക്കെ ഇതുപോലെയുള്ള തർക്കങ്ങൾക്കും
ചർവിതങ്ങൾക്കും വേണ്ടി എന്തിനാണ് നിങ്ങൾ ഈ സമയം വെറുതെ കളയുന്നത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രവർത്തിച്ചത്, നമ്മോട് കൽപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഏതൊരാൾ, അത് ഹയ്യാവട്ടെ, ഹാദിറാവട്ടെ, കാദിറാവട്ടെ, എന്തോ ആവട്ടെ, അള്ളാഹുവോട് ചോദിക്കേണ്ട ചോദ്യം ഇതാ. നിങ്ങളിതൊന്ന് കേട്ടു നോക്ക്. തരണം ഉപ്പാപ്പ, മക്കളെ തരണം ഉപ്പാപ്പ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം ഉപ്പാപ്പ, നിരാശയാക്കിയതേ ഉപ്പാപ്പ, ഇവിടെ വരാൻ ഒരുപാട് തവണ വരാൻ, ഒരുപാട് വരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം. ഞങ്ങളിലൂടെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഇവിടെ നിങ്ങൾ എത്തിക്കണം. അതിന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം. ഞങ്ങളിതാ തൽക്കാലം പോകുന്നു, നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. മരണം വരെയും മരണസമയത്തും മരണാനന്തരം ഖബറിലും പാർത്ഥിക ലോകത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തരാൻ ആരാണുള്ളത്? ഞങ്ങളെ കൈവടിയല്ല ഉപ്പ, ഞങ്ങൾ ഒഴിവാക്കി വിടല്ല ഉപ്പ, ഞങ്ങൾ ചോദിച്ച് തരണേ ഉപ്പാപ്പ. ഇവിടെ ഈ മനുഷ്യൻ പറയുന്നത് കുട്ടിനെ കൊണ്ട അപ്പാപ്പ, കുട്ടിനെ കൊണ്ട അപ്പാപ്പാന്ന്. അള്ളാഹ്ക്ക് പാപ്പാന്നൊരു പേരുണ്ടോ? അതോ അള്ളാഹ് നിങ്ങൾ പാപ്പാന്ന് വിളിക്കലുണ്ടോ? അതോ ഏതോ ഒരു ഉപ്പാപ്പാനോടാണോ ഈ മനുഷ്യൻ ഈ ചോദിക്കുന്നത്? ഇതുപോലെ എത്രയെത്ര ആളുകളാണ് ഈ സാധു ജനങ്ങളെ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും കാണിക്കാൻ ഒരുപാടുണ്ട്, നിരവധി വീഡിയോകളുണ്ട്. കാര്യം മനസ്സിലാക്കുവാൻ ഇതുതന്നെ ധാരാളം. ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ മുഹ്സിൻ ഐദീദും അതുപോലെ തന്നെ പ്രിയ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവിയും അവർ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ്. നേരത്തെ ഫോണിലൂടെ ആ സഹോദരൻ പറഞ്ഞ കലീബ് ബദർ, ഇതൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ് സഹോദര. കലീബ് ബദറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതോടനുബന്ധമായ ഹദീസുകളിലൂടെയും മറ്റു പണ്ഡിതോദ്ധരണികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. കലീബ് ബദറിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്ക മുശ്രിക്കുകളെ അടക്കം ചെയ്ത ആ കിണറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ച ആ ചോദ്യം, അപ്പോൾ എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടത്? മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനം അത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? ഇല്ല. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നു എന്നാണ്. ആ അറിവെന്താണ്? ആ കേൾവി എന്താണ്? മരിച്ചവർക്ക് കേൾവിയുണ്ട്. എന്നാൽ പ്രവാചകരോട് അള്ളാഹു പറയുന്നു, ഇതാ ഈ ആയത്തുകൾ ശ്രദ്ധിച്ചു നോക്ക്. സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായത്തിലെ 22-ാമത്തെ ആയത്തിലൂടെ വ്യക്തമായി അള്ളാഹു പറയുന്ന കാര്യമാണത്. ഈ സൂറത്ത് ഫാത്തിർ മുഴുവൻ തൗഹീദാണ്. ഒരാവർത്തിയെങ്കിലും അത് അർത്ഥസഹിതം വ്യാഖ്യാനസഹിതം എൻ്റെ സഹോദരന്മാർ ഒരു തവണയെങ്കിലും അതൊന്ന് വായിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്നെ തിരുത്താൻ നിങ്ങൾ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുത്താൻ വിളിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും രണ്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാം ഇൻഷാ അല്ലാഹ്. ഈ നിലപാടെന്നുള്ളത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. കിതാബുള്ളയും സുന്നത്ത് റസൂലുള്ളയുമാണ്, പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്. ഈ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ കലാമും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷിർക്കിലേക്ക് വഴി നടത്തുന്ന കുബൂരികളും ഖുറാഫികളുമായ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വിളിക്കുക. ഏതായാലും വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ പോവുകയാണ്. വീഡിയോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ വിളിക്കുന്ന കോളുകളിലൂടെ എൻ്റെ എളിയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.